ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു IV ബ്ലോഗാണ്. നമ്മളിപ്പോൾ എന്താ ഓട്ടോയിൽ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് ബിക്കോസ് നമ്മൾ എറണാകുളത്ത് തന്നെ ഉണ്ടായിരുന്നു. വേറൊരു അത്യാവശ്യമായിട്ട് നമ്മൾ വന്നായിരുന്നു. സോ അപ്പം നമ്മൾ ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിൻ്റെ അടുത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ സ്ഥലത്തെത്തി. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നമ്മൾ വിചാരിച്ച സ്ഥലത്തെത്തിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഇൻഫർമേഷൻ കിട്ടി അവരവിടെ വന്നിട്ടുണ്ടെന്ന്. അപ്പം നമ്മളത് എങ്ങോട്ട് ഇറങ്ങി നോക്കിയിട്ട് അവരെല്ലാം അവിടെ നിൽപ്പുണ്ട്. പിന്നെ അവരോടൊക്കെ കുറച്ച് സംസാരിച്ചു. കുറേ ദിവസം കഴിഞ്ഞിട്ടായിരുന്നു അവരെ കാണുന്നത്. എന്നിട്ട് നമ്മൾ അവരുടെ കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അനാവശ്യമായി വീഡിയോ എടുക്കുന്നവർ തന്നെ കാണിച്ചാൽ ഉള്ള ഫോണൊന്നും മതിയാവാതെ 3 ഫോൺ മറ്റുള്ളവരുടെ ഫോണും കൂടി എടുത്തെടുത്തോണ്ടിരിക്കണം. എന്തുവാ എടുക്കുന്നേ? ഒരാള് ഫുൾ പ്രൊട്ടക്ഷനിലൊക്കെ നിൽക്കുന്നു. എന്താണോ പറ്റിയേ? ഒന്നും പറ്റിയില്ല. ആണോ? എന്റെ ഇന്നത്തെ ഊട്ടിടാ ഗൈസ്. ഇനി നിങ്ങൾ കാണാൻ പോകുന്നതിന്റെ മെമ്മറീസ് ആണ്. ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഞാൻ ക്യാപ്ചർ ചെയ്തേക്കുന്നത്. ഫസ്റ്റ് ഇംപ്രഷൻ എങ്ങനെയുണ്ട്? പുറത്ത് നോക്കും നല്ല ഭംഗിയുണ്ടല്ലേ. പാർക്കിംഗത്തോടാണ് കയറി. ഇത് വേണമെന്ന് പറഞ്ഞാൽ പോപ്കോൺ ഒരു ഹോട്ട് കോഫി. പോപ്കോൺ ഒരു ഹോട്ട് കോഫി. നമ്മുടെ കരിയറാണ്, നമുക്ക് ചൂസ് ചെയ്യണം എന്നുള്ള ഒരു സാധനം വരുമല്ലോ. അപ്പൊ മഹാദേവ് ഇപ്പൊ അതിന്റെ വർക്കാണ്, അതിന്റെ ഹാർഡ്വെയർ പ്രൊഡക്റ്റിലോട്ട് നിൽക്കുകയാണ്. ഇപ്പൊ ബിറ്റ് കോയിൻ, ക്രിപ്റ്റോ കറൻസി പ്രോജക്റ്റ് അല്ല, ഒരു ഓണ്ടർപ്രണർ ആവാൻ നമുക്ക് പറ്റുമെന്നുള്ളൊരു ഐഡിയ നമുക്ക് തന്നു. അങ്ങനെ സെഷൻ കഴിഞ്ഞ് ഇറങ്ങുവാണ് ഗൈസ്. എന്നിട്ട് ഞങ്ങളെല്ലാം ഇവിടെ തന്നെ നിന്ന് ഞങ്ങൾ ഓരോരുത്തരുടെ പ്രോജക്റ്റ് പിച്ച് ചെയ്യുന്നുണ്ട്. അതിനിടയ്ക്ക് ഞങ്ങളൊരു കോഫിയും ചായയൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് ഗൈസ് ഞങ്ങളിങ്ങനെ കുറച്ച് പേര് പ്രോജക്റ്റ് പിച്ച് ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ളവരെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരിരുന്ന് ഞങ്ങൾ അങ്ങോട്ടും കൂടെ സംസാരിച്ച് സോഷ്യലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ത് പറ്റിയടാ? എന്താ സങ്കടം? അത് വേണ്ട, വിശക്കുന്നുണ്ട് ഗൈസ്. ഞങ്ങൾ ഒന്നും കൂടി ഇതിനകത്തോട്ട് കയറുക. പർപ്പസ് എന്ന് പറയുന്നത് ഫോട്ടോ എടുക്കാനാണ്. അങ്ങനെ ഗൈസ് ഞങ്ങൾ ഫോട്ടോയ്ക്കൊക്കെ പോസ്റ്റ് ചെയ്തതിനു ശേഷം ഞങ്ങൾ ഇത് ഇൻഡസ്ട്രിയിൽ നിന്ന് ഇറങ്ങി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഫുഡ് കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു. കഴിക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് കുഴപ്പമില്ല. ഓക്കെ, നല്ല വിശപ്പുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് ഗൈസ്. കഴിക്കട്ടെ. എങ്ങനെ ഉണ്ടായിരുന്നു സെഷൻ? എങ്ങനെ ഉണ്ടായിരുന്നു? IV എങ്ങനെ ഉണ്ടായിരുന്നു? സർ എങ്ങനെയുണ്ട് ഞങ്ങളുടെ കൂടെ ഉള്ള IV എക്സ്പീരിയൻസ്? ഇവിടെ ഒരു ഗൂഢാലോചന നടക്കുന്നതായിട്ട് ഞങ്ങൾ അവിടെ നിന്ന് കണ്ടു. എന്താണ് സിയോണ ഇവിടെ നടന്നത്? ഒന്നും നടന്നില്ല. ഞങ്ങളിങ്ങനെ സ്വകാര്യ രഹസ്യങ്ങൾ കൈമാറുകയായിരുന്നു ഗൈസ്. ഇതിലേലും എനിക്ക് വൃത്തിക്കിരിക്കണം. അർഷ ചേച്ചി IV എങ്ങനെ ഉണ്ടായിരുന്നു? ഇതിനിടയ്ക്ക് നമുക്ക് ചോക്ലേറ്റ് കിട്ടി ഗൈസ്. വരി തെറ്റിപ്പോയി. ഞങ്ങൾ നോക്കും, ഇവരെ കാണുന്നില്ല. ഞങ്ങൾക്കാർക്കും തരാതെ ഐസ്ക്രീം കഴിക്കുന്ന പറയും. അത് മേടിച്ചു കൊടുക്കാൻ അത് ഏതോ കമ്പനിയുടെ ഐസ്ക്രീമാണ് ഗൈസ്. നടക്കുകയാണ് എല്ലാം കൂടെ എന്റെ ഫോണിനെ കിഡ്നാപ്പ് ചെയ്തു കള്ളന്മാർ. എവിടെ പോയി? ഇത് അടുത്ത ഈ കള്ളന്റെ കയ്യിലുണ്ട്. സീനറി സൂപ്പർ അല്ലേ? അവനവിടെ നിൽക്കുക ഫോട്ടോ എടുത്ത്. ഇതൊക്കെ കാണുമ്പോഴും ഈ സൈഡിലോട്ടൊക്കെ നോക്കുമ്പോൾ ഇത് കാണുമ്പോഴൊക്കെ ശരിക്കും സങ്കടം തോന്നേ. ഇതുകൊണ്ടൊക്കെയാണ് നമ്മളിത് ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. അങ്ങനെ അപ്പൊ നമ്മൾ ഇവിടെ വന്ന് നിൽക്കുക. അല്ല കാറ്റ് കേസ്. എനിക്ക് കാറ്റ് വരുമ്പോൾ മുടി അരിച്ചിട്ടിട്ട് പറത്താൻ ഭയങ്കര ഇഷ്ടമാണ്. കാണുന്നവർക്ക് അത്ര രസം ഉണ്ടാവില്ല, പക്ഷെ ഫീല് നല്ല രസമാണ് കേസ്. നീ ഇടൂലാണെങ്കിൽ 2 കൂടി വീഡിയോ നോക്കി.
ആണെങ്കിൽ നമ്മളിത് ഇപ്പൊ എടുക്കും. മെൽബി ദേ നടന്നുകൊണ്ടൊക്കെ വ്ലോഗ് എടുക്കും കേട്ടോ. അതെ, അതിനിടയ്ക്ക് ഡ്രഗ് ഫ്രീ സോൺ എന്നൊക്കെ ഇടയ്ക്ക് എഴുതി വെച്ചിട്ടുണ്ട്. ഇന്നത്തെ ഐവിനെ പറ്റി എന്താ പറയാനുള്ളത്? വളരെ നല്ല അഭിപ്രായം. അതെന്തോ ആക്കി പറഞ്ഞ പോലെ തോന്നി. വൃത്തികെട്ട ഫുഡായിരുന്നു. വൃത്തികെട്ട ഫുഡായിരുന്നു. അപ്പം ഗൈസ് നമ്മളങ്ങനെ ഇതിൽ ചാച്ച പറയാണ്.